ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഒരു ക്രാഫ്റ്റേഴ്സിന്റെ അനുഭവങ്ങളാണ് ഇത്തോട് പറയാൻ പോകുന്നത്. സത്യം പറയാൻ നമ്മൾ ക്രാഫ്റ്റേഴ്സ് ഷോപ്പിങ്ങിനൊക്കെ പോണത് കണ്ടാൽ തോന്നുന്നു എന്തോ നിധി തേടി ഇറങ്ങിയതാണെന്ന്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹസ്ബൻഡിനോട് പറയിക്കാനോട് പറയും ഒരു ഗ്ലൂ ഗണ്ണിന്റെ പശ തുറന്ന് അല്ലെങ്കിൽ ഒരു മാസ്ക് ടേപ്പ് വാങ്ങണം, അല്ലെങ്കിൽ ഒരു സ്റ്റിക്കർ വാങ്ങണം, അല്ലെങ്കിൽ ഒരു ഫ്ലവർ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് പോവുക. അപ്പൊ അവയ്ക്ക് എന്താ വിചാരിക്കുക, പരമാവധി പോയ 100 രൂപ അല്ലെങ്കിൽ 200 രൂപയ്ക്കാണ്. പക്ഷെ ഷോപ്പിൽ കയറിയിട്ട് ആ സ്റ്റിക്കറുകളും റിബണുകളും കുറെ ഫ്ലവേഴ്സും അങ്ങനത്തെ കുറെ ഐറ്റംസുകൾ കാണുമ്പോൾ നമ്മുടെ എന്താ പറയാ മനസ്സിൽ ഇടപെട്ടും എന്താ വിട്ടാ അവിടെ കാണുന്ന ഓരോ സാധനങ്ങളും നമ്മുടെ കണ്ണൻ ചിപ്പിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഓരോന്ന് എങ്ങനെ എടുത്തിട്ട് ട്രോളിലേക്ക് ഇടും. അത് വിചാരിക്കും നമ്മൾ ഈ പെർഫ്യൂം ഹാമ്പറിൽ വെച്ചാൽ അടിപൊളിയായിട്ട് കസ്റ്റമർക്ക് ഹാപ്പി ആവും. പിന്നെ അല്ലെങ്കിൽ എന്താ ഇത് നമ്മളൊരു ഷർട്ട് ഹാമ്പറിൽ വെക്കുക, അല്ലെങ്കിൽ ഒരു പെർഫ്യൂം ഹാമ്പറിൽ വെക്കുക, അല്ലെങ്കിൽ ഒരു വാച്ച് ഹാമ്പറിൽ വെക്കുക. ഇങ്ങനെ ആയിരിക്കും നമ്മുടെയൊക്കെ ചിന്തകൾ അല്ലേ. അപ്പോ അങ്ങനെ എന്താ ഓൾ ഷോപ്പിൽ ഓരോ സാധനങ്ങളും നമ്മൾ എന്താ ചെയ്യും, നമ്മൾ ട്രോളിയിലോട്ട് ഇങ്ങനെ വാരിയടിക്കും. എന്നിട്ട് ബില്ലടിക്കാൻ നിൽക്കുമ്പോഴാണ് ഇക്കാന്റെ ക്രെഡിറ്റ് കാർഡ് ആയിരിക്കും. അപ്പൊ അവിടുത്തെ മെഷീനിൽ കടന്ന് നിലവിളിക്കുന്നത് നമുക്ക് കുറച്ച് ഇതാക്കും. കാരണം ഞാനൊക്കെ എപ്പോഴും ബില്ലടിക്കുമ്പോൾ കുറച്ച് മാറിക്കലുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഇക്കാന്റെ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു പരിവായിട്ടുണ്ടാവും. ഇതിനേക്കാൾ വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സൗജന്യമായിട്ടായിരിക്കും, ഫ്രീ ആയിട്ടായിരിക്കും. കാരണം നമുക്കറിയാം, നമ്മളിപ്പോൾ ഷർട്ട് ഹാമ്പർ അല്ലെങ്കിൽ പെർഫ്യൂം ഹാമ്പർ വെക്കുമ്പോൾ ഒരു ബോക്സിൽ വെക്കുന്ന സമയത്ത് അതിന് കുറെ ഒന്നുകൂടി ചന്തം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫ്ലവർ അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റിക്കർ അങ്ങനത്തെ കുറെ ഐറ്റംസുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഭയങ്കര ഫ്രീ ആയിട്ടാണെന്നുള്ളത് ഇവർക്ക് ആർക്കും അറിയുന്നില്ല കേട്ടോ. എന്തിനാണ് പറയുന്നത്, അത് ഫില്ലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തെർമോകോൾ വരെ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. പക്ഷെ ഇതിന്റെയൊക്കെ പൈസ നമ്മൾ കസ്റ്റമറിലേക്ക് ഈടാക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് എന്താ വെച്ചാൽ നമ്മൾ ഒരു ഷർട്ട് ഹാമ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ അവർ ഓൺലൈനിൽ മൊത്തം ചെക്ക് ചെയ്തിട്ട് അതിന്റെ പ്രൈസ് ഒക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ നമ്മളോട് ചോദിക്കും, അതാ ഈ ഷർട്ട് ഹാമ്പറിനാണ് എത്ര റേറ്റ്, അല്ലെങ്കിൽ ഈ പെർഫ്യൂമിനാണ് എത്ര റേറ്റ്, ഓൺലൈനിൽ ഇത്ര റേറ്റ് ഇല്ലല്ലോ എന്നൊക്കെ ചോദ്യം വരും. ഓക്കെ, അതൊരു ആമസോണിൽ 500 രൂപ കുറവാണല്ലോ, അതിന് ഇത്ര കുറവാണല്ലോ എന്നൊക്കെ പറഞ്ഞു വരും. അപ്പൊ നമുക്ക് ഏകദേശം നമ്മുടെ കണ്ണ് തള്ളുക. പക്ഷെ കസ്റ്റമറിന് അറിയാനില്ലല്ലോ നമ്മൾ ഈ സാധനങ്ങളൊക്കെ തപ്പിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ദേശാടനം ഉച്ചവെയിലത്ത് നടുറോട്ടിലൂടെ പെട്രോൾ കത്തിച്ച എല്ലാ ഷോപ്പും കയറി നമ്മുടെ ആ പാച്ചിലും പെട്രോൾ കുഴിച്ചെടുക്കുന്ന. അപ്പൊ ഞാൻ യുഎയിലാണെങ്കിലും പെട്രോൾ കുഴിച്ചെടുക്കുന്ന നാടാണെങ്കിലും ഇവിടുത്തെ പമ്പുകാരൻ നമ്മുടെ ക്രാഫ്റ്റ് കണ്ട് ഫ്രീ ആയിട്ട് പെട്രോളൊന്നും അടിച്ചു തരുമല്ലോ. അവനും വേണം കാശ്. ഞാൻ നിങ്ങളൊക്കെ ചോദിക്കില്ല, അപ്പൊ നിങ്ങൾ എന്തിനാണ് ഈ ബിസിനസ് തുടങ്ങുന്നത്? അതിന്റെ ഒരു ഉത്തരവാണ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് വോയിസുകൾ കേൾപ്പിക്കുന്നുണ്ട്. കാരണം അതൊക്കെ കഴിഞ്ഞ് ഫൈനൽ ഒരു ലുക്കും അവരെല്ലാവരും കസ്റ്റമർ ഹാപ്പി ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. അത് നന്നായിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു, ഞാൻ പ്രതീക്ഷയിനേക്കായി നന്നായിട്ടുണ്ടായിരുന്നു കുറച്ച് കമന്റ്സ് ഉണ്ടല്ലോ. അതൊക്കെ തന്നെ എനിക്ക് നമ്മുടെ ഏറ്റവും വലിയ ലാഭം. ഇത് ഈ ഒരു വോയിസ് ഞാൻ എന്റെ കഥ കാണിച്ചു കൊടുക്കുമ്പോൾ എനിക്കും പിന്നെ ഹാപ്പി ആവാറുണ്ട് കേട്ടോ. ഓക്കെ, അല്ലാതെ നമ്മൾ എനിക്കെന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് എന്റെ ക്ലാറ്റ് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒക്കെ ഞാൻ ഭയങ്കര റിസ്ക് എടുത്തിട്ടുണ്ടായിരുന്നു, അതേപോലെ നല്ല റേറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ചില സമയത്ത് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം അതിന് വെച്ചാൽ ആളെ കിട്ടിയിട്ടില്ല നമ്മളൊക്കെ പേയ്മെന്റിൽ. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ നമ്മുടെ കസ്റ്റമർ ഹാപ്പി ആവണം, അവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവർക്ക് സർപ്രൈസ് കൊടുക്കുന്നത് എന്താ ഏറ്റവും നല്ലൊരു കാര്യമല്ലേ. അപ്പൊ അതിൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം കേട്ടോ. ഇതിന്റെ അടുത്ത് പറയേണ്ടത് നമ്മൾ കസ്റ്റമൈസ്ഡ് ആണെന്ന് പറയുമ്പോൾ ചില കസ്റ്റമേഴ്സ് നമ്മൾ നല്ല ബുദ്ധിമുട്ടിക്കാറുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയാവുന്ന ഷോപ്പായിട്ടുള്ള ഷോപ്പ് എല്ലാം അവർ നമ്മളെ കയറ്റി ഇറക്കുമേ. അപ്പൊ എന്നിട്ട് അവിടുന്ന് അത് പറ്റിയില്ല, അതുപോലെ ഇത് പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ എത്രയും പെട്രോളിന്റെ പൈസ എന്റെ ഇക്കാന്റെ ക്രെഡിറ്റ് കാർഡിന്റെ അറ്റം മുട്ടിയിട്ടുണ്ടായിരുന്നു ചില സമയത്തൊക്കെ. കാരണം ആളുകൾ നമ്മൾ പരമാവധി അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, അത്രയും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ അവർ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സമയവും അത്ര എഫേർട്ടും കുറെ ഷോപ്പുകൾ കയറി ഇറങ്ങുന്നതല്ല. അപ്പൊ അതുകൊണ്ട് കൂടുതൽ അവരെ ബുദ്ധിമുട്ടിക്കരുത് എന്നൊരു കൺസിഡറേഷൻ അവർ നൽകണം കേട്ടോ. പിന്നെ ഇതിന്റെയൊക്കെ ഫൈനൽ നിങ്ങൾ ചോദിച്ചില്ല എന്തിനാണ് പിന്നെ അത് ചെയ്യുന്നത് ഒരു ലാഭം അല്ലെങ്കിൽ, അതിന്റെയൊക്കെ ഫൈനൽ ഉത്തരം എന്ന് പറയുന്നത് ഈ വോയിസുകളാണ് കേട്ടോ. അതൊന്നും നിങ്ങൾ കേൾക്കണേ. എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. സംഭവം ഏതെങ്കിലും ഇഷ്ടമായിരിക്കണം. ഞാൻ വിചാരിച്ചതിനെക്കാട്ടി സംഭവം സൂപ്പർ ആയിക്കണേ. കേക്കൊക്കെ ഞാനൊരു ചെറിയൊരു തീമ പറഞ്ഞു, പക്ഷെ എനിക്ക് ആ ചിത്രം നല്ല ഇഷ്ടമായി. എനിക്ക് പറയാൻ വാക്കുകളില്ലാട്ട് അത്ര നന്നായി നിങ്ങൾക്ക് ചെയ്തു, അത്ര നന്നായി കൊടുത്ത് അവന്റെ ആ ഒരു മൂവ്മെന്റ് കാണാനായിട്ട് ഞാൻ അത്രയും ആഗ്രഹിച്ചിരുന്നു. അത്രയും പിന്നെ നല്ല രസം കേട്ടോ, ഞങ്ങൾ വീഡിയോ കൊടുത്തതും ഒക്കെ നല്ല അടിപൊളിയായിട്ട്. ഇത്തരം പ്ലാനിങ് വൈഫിനുണ്ടെന്ന് നമുക്കറിയില്ലായിരുന്നു. അവരിങ്ങനെ പ്ലാൻ ചെയ്യുന്ന ഒരു ആദ്യമായിട്ടേക്ക് അവിടെ ഒരു സംഭവം പ്ലാൻ ചെയ്ത് കണ്ട് സെറ്റ് ആക്കുന്നത് അതൊരു സംഭവം തന്നെ കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ സംഭവം തന്നെ. കാരണം സർപ്രൈസിങ് കിട്ടും നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ല, അതിന്റെ പുറത്ത് നിങ്ങൾ സർപ്രൈസ് ചെയ്യും. അത്രയും പ്ലാൻ ആക്കിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യും. ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും രസമായിട്ട് ചെയ്തു തന്നതിന് ഒരുപാട് താങ്ക്സ്, മനസ്സ് നിറഞ്ഞ താങ്ക്സ് പറയുന്നു കേട്ടോ. പിന്നെ തകർത്തു കേട്ടോ. ഇതിനപ്പുറം കിട്ടാനില്ല നിങ്ങളുടെ നിന്നുള്ളൊരു ഗിഫ്റ്റ്. അപ്പൊ ഫ്രണ്ട്സ്, അന്ന് ഇത്രയല്ലോ കേട്ടോ. ഇത് നല്ലതായിട്ട് ഒരുപാട് വീഡിയോസിന്റെ എല്ലാ കസ്റ്റമറും ഏകദേശം 500 വോയിസിന് പക്ഷെ ഒക്കെ നമുക്ക് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക് യു. അപ്പൊ അതെല്ലാം എൻ്റെ എല്ലാ ചങ്ക് കസ്റ്റമേഴ്സിനും വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഇതേറെ ചൂസ് ചെയ്തതിന് നമ്മൾ സെലക്ട് ചെയ്തതിനോ നിങ്ങൾക്ക് ഒരുപാട് നന്ദി കേട്ടോ.